നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസ് പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം കാഞ്ഞിരപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ടു. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് കാർ ലോറിക്ക് പിന്നിലിടിച്ച്. ജില്ലാ കേരളോത്സവത്തിന് കോട്ടയത്ത് തുടക്കം. സാംസ്കാരിക റാലി, വർണ്ണാഭം. ഞായറാഴ്ച കായിക മത്സരങ്ങൾ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. അലങ്കാര വസ്തുക്കളാൽ സമ്പന്നമായി ക്രിസ്മസ് വിപണി. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തവും 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 20 ലക്ഷം രൂപയും പിഴ ഒടുക്കണം. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ പടിയിൽ കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യനാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ജെ നാസർ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ശിക്ഷ വെവ്വേറെ അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. വിവിധ വകുപ്പുകളിൽ 8 വർഷവും 3 മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം. അതിനുശേഷമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജോർജിന്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃസഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നുവെന്നാണ് കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CS അജയൻ, അഡ്വക്കേറ്റ് നിബു ജോൺ, അഡ്വക്കേറ്റ് അഖിൽ വിജയ, അഡ്വക്കേറ്റ് സ്വാതി S ശിവൻ എന്നിവർ ഹാജരായി. വിധി ഇപ്പം നമുക്ക് കോടതി 449 449 വകുപ്പ് അനുസരിച്ച് 6 വർഷം, പിന്നെ 506 പാർട്ട് 2 506(2) അതനുസരിച്ച് 2 വർഷം, ആംസ് ആക്ട് അനുസരിച്ച് 3 മാസം, അങ്ങനെ 8 വർഷവും 3 മാസവും അത് ഈ പറഞ്ഞ 3 വകുപ്പുകൾ. പിന്നെ 302 ഇരട്ട ജീവപര്യന്തം, 2 പേരെ കൊലപ്പെടുത്തി ഇരട്ട ജീവപര്യന്തം. ഇതിനകത്ത് ഈ വിധിയൊരു ഒരു പ്രത്യേകത, ഈ 8 വർഷവും 3 മാസവും ആദ്യം അനുഭവിക്കണം. ആ ശിക്ഷ തീരുന്ന മുറയ്ക്ക് ജീവപര്യന്തം റൺ ചെയ്യാൻ തുടങ്ങുള്ളൂ. അതുപോലെ 20 ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ട് ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട്. ആ ഫൈൻ ഈടാക്കിയാൽ അത് രഞ്ജുവിനും പിന്നെ മക്കൾക്കും ഭാര്യയ്ക്കും കോമ്പൻസേഷൻ നൽകണം. അതാണ് ഈ വിധിയുടെ ചുരുക്കം. 2022 മാർച്ച് 7-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ മറ്റന്വേഷണം. പക്ഷെ ഒത്തിരി ആളുകൾ കൂറുമാറി. എല്ലാം അവരുടെ ആളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയിരുന്നു കൂടുതൽ സാക്ഷികൾ. എങ്കിലും നമുക്ക് നിർണായകമായത് അവരുടെ ജോലി ചെയ്ത സുജ, പിന്നെ മഹേഷ്, അങ്ങനെയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അവരുടേതായ ഭാഷ തന്നെയാണ് നമ്മൾ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത് മഹസറൊക്കെ എഴുതിയപ്പോൾ തന്നെ കൃത്യമായി വീഡിയോഗ്രാഫി ചെയ്തു. ആ ഫോട്ടോയും വീഡിയോയും അതൊക്കെ നമുക്ക് തെളിവ് നല്ലതായി. കാരണം ആ ടൈമിംഗ് ഒക്കെ കറക്റ്റാണ്. നമ്മൾ വന്നതും മഹസർ എഴുതിയതും ആ മഹസറിൽ എഴുതിയ ഫോട്ടോസും അത് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും കോടതിയിൽ. അപ്പോൾ കോടതിക്ക് നല്ലൊരു വിശ്വാസം, അന്വേഷണത്തിന് നല്ലൊരു വിശ്വാസം അതിനകത്ത് തോന്നിയിട്ടുണ്ട്. രഞ്ജു സംഭവ സ്ഥലത്തും മാത്യൂസ് കറിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേയുമാണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് 5 പേർക്ക് പരിക്കേറ്റു. ലോറിയുടെ പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു സംഭവം. കാഞ്ഞിരപ്പള്ളിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. ആന്ധ്ര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 5 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലേക്ക് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. അലങ്കാര വസ്തുക്കളാൽ സജീവമാണ് വിപണി. നാടും നഗരവും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി. ആബാലവൃദ്ധ ജനങ്ങൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്ക് സാക്ഷിയാകുവാൻ പുൽക്കൂടുകൾ ഒരുക്കുന്ന തിരക്കിലാണ്. നിർമ്മാണത്തിനാവശ്യമായ വിവിധ സാമഗ്രികളും അലങ്കാര വസ്തുക്കളും, ക്രിബ് സെറ്റും, പുൽക്കൂടും, നക്ഷത്രവിളക്കുകളും, വർണ്ണ ലൈറ്റുകളും ഒക്കെയായി വിപണിയും സജീവമാണ്. റെയിൻഡിയറുകളും LED ട്യൂബും പിക്സൽ നക്ഷത്രവും ഈ വർഷത്തെ പ്രത്യേകതകളാണ്. ചെറുതും വലുതുമായ റെയിൻഡിയറുകൾക്ക് ഡിമാൻഡുള്ളതായി വ്യാപാരികൾ പറയുന്നു. ചെറുതിന് 790, വലുതിന് 990 വില. ക്രിസ്മസ് വിപണിയിലെ ആകർഷകമായ ഐറ്റങ്ങളിലൊന്നാണ് നിയോൺ LED സ്റ്റാറും. 590 രൂപ മുതൽ 990 രൂപ വരെയാണ് വിലകളിൽ. പുൽക്കൂട് അലങ്കാരങ്ങളിൽ ഒഴിച്ചു നിർത്താനാവാത്ത ക്രിസ്മസ് ട്രീകളും ഇത്തവണ വെറൈറ്റികളുണ്ട്. സാധാരണ ട്രീകൾ 290 രൂപ മുതൽ 3990 രൂപ വരെ ലഭ്യമാണ്. 3950 രൂപ മുതൽ 12990 രൂപ വില വരുന്ന യൂറോപ്യൻ ട്രീകളും 7950 മുതൽ 14000 രൂപ വരെ വില വരുന്ന ലൈറ്റ് ട്രീകൾക്കും ആവശ്യക്കാരേറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. പുൽക്കൂട്ടിലെ മുഖ്യ ആകർഷണ വസ്തുക്കളായ ക്രിബ് സെറ്റുകളും വിവിധ വിലകളിലും വലിപ്പങ്ങളിലും ലഭ്യമാണ്.
പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റ് 190 മുതൽ 1150 രൂപ വരെയും പോളി മാർബിൾ സ്ക്രിപ്റ്റ് സെറ്റുകൾ 1690 രൂപ മുതൽ 4750 രൂപ വില വരെയും വിലകളിൽ ലഭ്യമാണ്. വിപണിയിലെ മറ്റൊരു ആകർഷക ഇനമാണ് LED ട്യൂബ്. 350 രൂപ മുതൽ ലഭ്യമാണ്. ഇത്തവണയും വിപണിയിൽ തിളങ്ങി നിൽക്കുന്നത് പിക്സൽ LED സ്റ്റാറുകളാണ്. 990 രൂപ മുതൽ വിൽപ്പനയ്ക്കുണ്ട്. 290 രൂപ മുതൽ 1700 വരെ വില വരുന്ന പാപ്പ ഡ്രസ്സുകളും വിവിധ മോഡലുകളും തുണിത്തരങ്ങളിൽ ലഭ്യമാണ്. പുൽക്കൂട് അലങ്കരിക്കാൻ വേണ്ട വിവിധ അലങ്കാര വസ്തുക്കൾ 15 രൂപ മുതൽ തുടങ്ങുന്നു. ചൂരൽ കൊണ്ടുള്ള പുൽക്കൂടുകൾക്കും പുറമെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മടക്കി വയ്ക്കാവുന്ന പുൽക്കൂടുകളും ഇത്തവണ വിപണിയിൽ ലഭ്യമാണ്. 425 രൂപ മുതൽ 2650 രൂപ വരെയും പുൽക്കൂടുകൾക്ക് വിലയുണ്ട്. മടക്കി വയ്ക്കാവുന്ന പ്ലാസ്റ്റിക് പുൽക്കൂടിന് 625 രൂപ മുതലാണ് വില. ന്യൂസ് ബ്യൂറോ, പാലാ. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. പുൽക്കൂടൊരുക്കിയും ഗാനങ്ങൾ ആലപിച്ചും ജീവനക്കാർ പങ്കാളികളായി. നാടെല്ലാം ക്രിസ്തുമസിന്റെ ആഘോഷ തിരക്കുകളിലേക്ക് അമർന്നു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ക്രിസ്മസ് ആഘോഷിച്ചു. പുൽക്കോടൊരുക്കിയും ബലൂൺ കൊണ്ട് അലങ്കരിച്ചും ഓഫീസ് വർണ്ണാഭമായി. സാന്താക്ലോസും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി. മനുഷ്യർ ഒരുപാട് മാറിപ്പോയി. ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് വ്യത്യസ്ത ഓരോ ദിവസവും മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രകൃതിയും മാറുന്ന പോലെ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങളെല്ലാം പൂർണ്ണമായി ഒരു നന്മയിലേക്കുള്ള മാറ്റങ്ങളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ആ നന്മയിലേക്കുള്ള തിന്മകൾ നിലനിൽക്കുമ്പോൾ ആ നന്മകളെ പിടിച്ചു നിർത്തുന്ന യഥാർത്ഥത്തിൽ ഇത്തരം ഓർമ്മകളാണ് എന്നുള്ളതാണ്. ക്രിസ്മസ് നൽകുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിലാണ് അതിൻ്റെ അർത്ഥസത്യങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും ഒരുപോലെ സാഹനീയമായ ഒരുപാട് സന്ദേശങ്ങളും ദർശനങ്ങളും പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും പരസ്പരം അറിയാൻ കഴിയുക. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. പ്രകാശത്തിന്റെ വലിയ സാന്നിധ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നെങ്കിൽ മാത്രമേ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അർത്ഥമുള്ളൂ. അത് ഞാനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അവരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ അല്ലാത്തവരോ ആരുമായിക്കൊള്ളട്ടെ, ആരാണെങ്കിലും അല്പം കൂടി സ്നേഹമുള്ളവരായി മാറാൻ കഴിഞ്ഞാൽ, അല്പം കൂടി അവരെ കാണുന്നവരായി കാണാനുള്ള കാഴ്ച ഉള്ളവരായി മാറാൻ കഴിഞ്ഞാൽ അവരുടെ ദുഃഖങ്ങളും വേദനകളും സ്വന്തമാണെന്നൊരു ചിന്തയ്ക്ക് അല്പം കൂടി ബലം ഹൃദയത്തിൽ കൊടുത്താൽ അർത്ഥമുണ്ട് ഈ ആഘോഷങ്ങൾക്ക്. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, ബി രവീന്ദ്രൻ നായർ, ഷാജി പാമ്പൂരി തുടങ്ങിയവർ പങ്കെടുത്തു. ജീവനക്കാർ ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു. ജില്ലാതല കേരളോത്സവത്തിന് കോട്ടയത്ത് തുടക്കം. ഇതോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവത്തിന് കോട്ടയത്ത് തുടക്കം. MT സെമിനാരി HSSൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ മഞ്ജു സുജിത്, PS പുഷ്പമണി, PM മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി, രാധാ V നായർ, TN ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, PR അനുപമ, ഹേമലത പ്രേംസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളോത്സവത്തിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് MT സെമിനാരി HSSലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. മുത്തുകുടകളും ബലൂണുകളുമായി നൂറുകണക്കിന് പേർ ഘോഷയാത്രകളിൽ പങ്കാളികളായി. വാദ്യമേളങ്ങൾ ഘോഷയാത്രയെ ഉത്സവമാക്കി.
ശനി ഞായർ ദിവസങ്ങളിൽ കലാകായിക മത്സരങ്ങളും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പൊൻകുന്നം ഡിവിഷൻ സമ്മേളനം നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് K ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാംകുമാർ അധ്യക്ഷനായി. ജെമിനി ഗോപാൽ, ബിജു മോൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് J നായർ, ഉദയകുമാർ CK, ദിലീപ് ചാക്കോ, മനോജ് MM തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേറ്റുകളുടെ മാത്രമാകുമ്പോൾ ആ തീരുമാനത്തിന് അനുസരിക്കുന്നവരായി ഭരണാധികാരികൾ മാറുമ്പോൾ എന്തു സംഭവിക്കുന്നു എന്നതിന്റെ വർത്തമാനകാല ഉദാഹരണമായി ബംഗ്ലാദേശ് വാർത്ത ശ്രീലങ്കമാണ്. ഇത് തന്നെ രാജ്യം നടക്കുകയോ? അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഈ രാജ്യത്ത് വില വർദ്ധിക്കുന്നു. ആ വിലവർദ്ധനവിന് ഇടയാക്കുന്ന കോർപ്പറേറ്റ് സമീപനങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാൻ, അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ ദുർബലപ്പെടുത്തുവാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്ന കാലമാണ്. പുളിമരത്തിൽ ക്രിസ്തുമസ് ട്രീ ഒരുക്കി വേറിട്ട ക്രിസ്തുമസ് ആഘോഷം. വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ നടന്നത്. വാഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്രിസ്തുമസ് ട്രീ വേറിട്ട കാഴ്ചയായി. പുതിയ സ്കൂൾ കെട്ടിടത്തിന് മുന്നിലെ വർഷങ്ങൾ പഴക്കമുള്ള വലിയ പുളിമരച്ചുവട്ടിലാണ് പുൽക്കൂട് ഒരുക്കിയത്. കൂടാതെ കൂറ്റൻ നക്ഷത്രവും സ്ഥാപിച്ചു. ക്ലാസ് മുറികളിൽ കുട്ടികൾ ഒരുക്കിയ നക്ഷത്രങ്ങളും ക്രിസ്മസ് കാർഡുകളും സ്ഥാനം പിടിച്ചു. കുരുന്നുകൾ ക്രിസ്മസ് ഗാനം ആലപിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി M, PTA പ്രസിഡന്റ് സജീവ് ജോർജ് വട്ടപ്പാറ, വൈസ് പ്രസിഡന്റ് ബിന്ദു അനിൽകുമാർ, ആർട്ടിസ്റ്റ് സുനിൽ ഡാവിഞ്ചി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുഞ്ഞുങ്ങൾക്കായി ക്രിസ്മസ് സ്പെഷ്യൽ ബിരിയാണി നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ഹോളി ഫാമിലി സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തിരുനക്കര മൈതാനിയിൽ നടന്ന ഫ്ലാഷ് മോബ് മുനിസിപ്പൽ കൗൺസിലർ അജിത് പൂഴിത്തറ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ VM ബിജു, PTA പ്രസിഡന്റ് വിനോദ് PR, സിസ്റ്റർ ഹേമ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി പാലായിൽ ശുചിത്വ പ്രചരണ ജാഥ നടത്തി. പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിലായിരുന്നു ജാഥ. മാലിന്യമുക്ത കേരളം പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പാല സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഓട്ടോണമസ് ശുചിത്വ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. മാനസി കാപ്പൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വ്യക്തിയുടെയും കടമയാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചത്. പാല കുരിശുപള്ളിക്കവലിൽ നിന്ന് ആരംഭിച്ച ജാഥ കുമാരനാശാൻ പാർക്കിൽ സമാപിച്ചു. പാലായിൽ നടന്നുകൊണ്ടിരിക്കുന്ന NSS ക്യാമ്പിന്റെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിച്ചത്. കോളേജ് ചെയർമാൻ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ച സമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ പ്രൊഫസർ ജെയിംസ് ജോൺ മംഗലത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ ഷാജു V. തുരുത്തൻ ബാനർ അനാച്ഛാദനം നിർവഹിച്ചു. കോളേജ് മാനേജർ ഫാദർ മാത്യു കോരങ്ങുഴ, പ്രിൻസിപ്പൽ ഡോക്ടർ PV ദേവസ്യ എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് ഫ്ളാഗ് കൈമാറി. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ബിജി ജോജോ കൊടക്കേച്ചിറ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി മാത്യു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ മനോജ് S. എന്നിവർ പ്രസംഗിച്ചു. NSS യൂണിറ്റ് 201, 323 കോർഡിനേറ്റർമാരായ ആൻഡ മാനുവൽ, ജസ്റ്റിൻ ജോസ്, ഡോക്ടർ മഞ്ജു ജോർജ്, സ്മിത ജേക്കബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. സംസ്ഥാന സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതിക്കെതിരെ കർഷക കോൺഗ്രസ് പാലായിൽ വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ചു. കേരള സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതിക്കെതിരെ കർഷക കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ ഭാഗമായി വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ചു. കുരിശുപള്ളിക്കവലിൽ കർഷക കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് സോണി ഓടച്ചൂട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം PCC വൈസ് പ്രസിഡന്റ് AK ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകർക്ക് മാത്രമല്ല, തൊഴിലാളികൾക്ക് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിനോടൊത്തു പോകാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വന്തമെന്ന് കരുതി കണ്ണൂരേക്ക് ജോലിക്ക് പോയ നവീൻ ബാബുവിൻ്റെ സ്ഥിതി നമുക്കറിയാം. അദ്ദേഹത്തെ നിഷ്ഠൂരമായി അവിടുത്തെ ഭൂമാഫിയ അവർക്കെതിരെ രേഖയുണ്ടാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും പരമാർത്ഥം ആയിട്ട് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. എല്ലാ നിയമങ്ങളെയും പറത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിണറായി വിജയനും കുടുംബത്തിനും സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ടോപ്പിലുള്ള ആളുകൾക്ക് സംസ്ഥാന ഖജാന കൊള്ളയടിക്കുന്നതിന് വേണ്ടി
മാത്രമുള്ള ഒരു ഭരണമാണ്, പ്രത്യേകിച്ച് ഈ തുടർഭരണം ഇവിടെ വന്നതിന് ശേഷമുള്ള നടപടികൾ. പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ സതീഷ് ചൊള്ളാനി, അബ്ദുൽ കരീം, ജോഷി നെല്ലക്കുന്നാൽ, ജോൺസൺ നെല്ലിവേലിൽ, തോമസ് വീട്ടി നേച്ചിക്കാട്, രാജു കുക്കപ്പുഴ, അഡ്വക്കേറ്റ് റജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കോട്ടയം ജില്ലയിൽ SSK സ്റ്റാർസ് പദ്ധതി ഉൾപ്പെട്ട 14 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിലേക്ക് ട്രെയിനർ, സ്കിൽ സെന്റർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ട്രെയിനർ, സ്കിൽ കൗൺസിൽ അംഗീകരിച്ച ട്രെയിനർ യോഗ്യത. സ്കിൽ സെന്റർ അസിസ്റ്റന്റ് ബന്ധപ്പെട്ട സ്കിൽ മേഖലയിൽ VHSC, NSQF ജയം യോഗ്യരായവർ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ഡിസംബർ 28-നകം SSK കോട്ടയം ജില്ലാ ഓഫീസിൽ നേരിട്ടോ തപാലിലോ അപേക്ഷിക്കണം. വിലാസം: ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ, സമഗ്ര ശിക്ഷ കേരളം, കോട്ടയം. വിദ്യാഭ്യാസ സമുച്ചയം, വയസ്കരക്കുന്ന്, കോട്ടയം 686001. ഫോൺ 048125812221. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ തൊഴിൽ മേള 27-ന് രാവിലെ 10 മുതൽ നടക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലായി 200ഓളം ഒഴിവുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495628626. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുൾ ടൈം മീനിയൽ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമന ഒഴിവുണ്ട്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 23-ന് പകൽ 11-ന് സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസ് പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം 20 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം കാഞ്ഞിരപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ടു. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് കാർ ലോറിക്ക് പിന്നിലിടിച്ച്. ജില്ലാ കേരളോത്സവത്തിന് കോട്ടയത്ത് തുടക്കം. സാംസ്കാരിക റാലി, വർണ്ണാഭം. ഞായറാഴ്ച കായിക മത്സരങ്ങൾ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. അലങ്കാര വസ്തുക്കളാൽ സമ്പന്നമായി ക്രിസ്മസ് വിപണി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.